കുറേയധികം കൃഷിക്കാർ താമസിക്കുന്ന ഗ്രാമമായിരുന്നു രവിപുരം. കൃഷിക്കാരിൽ ഭൂരിഭാഗവും കോഴിക്കർഷകർ ആയിരുന്നു. അലലല്ലാതെ ജീവിതം കഴിച്ചു പോരുന്ന അവർക്കിടയിൽ ഒരു വലിയ വിഷമം ഒരു കുറുക്കൻ്റെ രൂപത്തിൽ കടന്നു വന്നു. അതായത് രവിപുരം എന്ന ഈ ഗ്രാമത്തിലേക്ക് എവിടെ നിന്നോ ഒരു കുറുക്കൻ കടന്നു വന്നു. ഗ്രാമത്തിൽ മുഴുവനും കോഴിഫാം ഉള്ളതിനാൽ പാതിരാത്രിയിൽ കുറുക്കൻ ഫാമിൽ അതിക്രമിച്ച് കയറി കോഴികളെ തിന്നുന്നത് പതിവാക്കി. പാവം ഗ്രാമീണർ അതോടെ ധർമ്മസങ്കടത്തിലുമായി. പലരും ഉറക്കമൊഴിച്ചു കാത്തിരുന്നെങ്കിലും കുറുക്കനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പകലന്തിയോളം പണിയെടുത്തും രാത്രി ഉറക്കമൊഴിച്ചും കുറുക്കനെ പിടികൂടാൻ കാത്തിരുന്ന എല്ലാവരും വളരെയധികം ക്ഷീണിതരായി. കൃഷിക്കാർക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചും രാത്രിയിൽ ഉറക്കമൊഴിച്ച് കുറുക്കനെ തിരയുന്ന ബുദ്ധിമുട്ടൊക്കെ ഗ്രാമീണർ ആ ഗ്രാമത്തിൽ ഭരണം നടത്തിപ്പോരുന്ന നാട്ടുമുഖ്യനോട് പറഞ്ഞു. എന്നാൽ എന്തിനും പോന്നവരായിട്ടുള്ള ഏകദേശം 50ഓളം മല്ലന്മാർ നാട്ടുമുഖ്യൻ്റെ കീഴിൽ ഉണ്ടായിരുന്നിട്ടുകൂടി നാട്ടുകാരായ കൃഷിക്കാരുടെ വിഷമം മനസ്സിലാക്കാനോ നാട്ടിലിറങ്ങിയ കുറുക്കനെ പിടികൂടാനോ തൻ്റെ കീഴിലുള്ള മല്ലന്മാരെ നിയോഗിക്കാൻ നാട്ടുമുഖ്യൻ തയ്യാറായില്ല. അദ്ദേഹം നാട്ടുകാരുടെ പരാതി ഒരു ചെവിയിൽ കേട്ടു മറ്റൊരു ചെവിയിലൂടെ കളഞ്ഞു. മല്ലന്മാരാകട്ടെ ജോലിയെടുക്കാനൊക്കെ മടിയന്മാരുമായിരുന്നു. അവർക്കെന്തെങ്കിലും ലാഭം കിട്ടുന്നിടത്ത് മാത്രമേ അവരുടെ സഹായം കിട്ടുമായിരുന്നുള്ളൂ. ഗ്രാമമുഖ്യൻ്റെയും മല്ലന്മാരുടെയും ഉള്ളിലിരിപ്പ് നന്നായിട്ട് അറിയാവുന്ന കൃഷിക്കാർ മറ്റൊരു നിവൃത്തിയില്ലാതെ തങ്ങളുടെ വീടുകളിലെ വസ്തുവകകൾ വിറ്റ് അവരെ പ്രീതിപ്പെടുത്താനുള്ള ധനസമാഹരണം തുടങ്ങി. ഗ്രാമത്തിലെ ഈ ദുരിത അവസ്ഥയിലായിരുന്നു സോമുവിൻ്റെ വരവ്. അയാൾ ഗ്രാമങ്ങൾ തോറും നടന്നു പക്ഷിക്കൂടുകൾ വിൽക്കുന്ന ഒരു യുവാവായിരുന്നു. ഈ ഗ്രാമത്തിലെ കൃഷിക്കാരുടെ അവസ്ഥ മനസ്സിലാക്കിയ സോമു ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഗ്രാമമുഖ്യൻ സുഖലോലുപനായി കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ വെറുതെ തിന്നുപോന്നു കഴിയുന്ന മല്ലന്മാരെ കൊണ്ട് കുസ്തി മത്സരങ്ങൾ നടത്തി ഗ്രാമമുഖ്യൻ നേരം പോക്കുന്നതും കണ്ട് അമ്പരന്നുപോയി. എന്നാൽ നല്ലവരായ ഗ്രാമീണരുടെ ദുരിതത്തിന് എന്തെങ്കിലും ഉപായം കണ്ടെത്തിയേ പറ്റൂ എന്ന ചിന്ത സോമുവിനെ അലട്ടിക്കൊണ്ടിരുന്നു. അതിനൊരു ഉപായം കണ്ടെത്തണമെന്ന ലക്ഷ്യത്തോടെ സോമു ഗ്രാമമുഖ്യനെയും മല്ലന്മാരുടെയും ദിനചര്യകൾ അവരറിയാതെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് സോമുവിന് ഒരു സംഗതി മനസ്സിലായത്. അതായത് ഗ്രാമമുഖ്യനും മല്ലന്മാരും പ്രധാനമായും ചെയ്തു പോരുന്നത് പകൽ സമയങ്ങളിൽ ഗുസ്തി മത്സരവും വൈകുന്നേരങ്ങളിൽ നല്ല ഭക്ഷണം തയ്യാറാക്കി കഴിക്കലുമായിരുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ സോമുവിൻ്റെ മനസ്സിൽ ഒരു പോംവഴി തെളിഞ്ഞു. ഉടൻ തന്നെ സോമു ഗ്രാമമുഖ്യനെ നേരിൽ പോയി കണ്ടു. ഗ്രാമമുഖ്യനെ മുഖം കാണിക്കാൻ അവസരം ലഭിച്ച സോമു തനിക്കൊരാഗ്രഹമുണ്ടെന്നും അത് സാധിച്ചു തരണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചു. എന്നാൽ പതിവ് പോലെ ഗ്രാമമുഖ്യൻ വലിയ ഗൗരവമൊന്നും യുവാവിൻ്റെ സംസാരത്തിന് കൊടുക്കാതിരുന്നപ്പോൾ താൻ കൊണ്ടുവന്ന 500 ചെമ്പ് പണം ഗ്രാമമുഖ്യൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് സോമു തൻ്റെ ആഗ്രഹം മുഴുവനായും പറഞ്ഞു. അതായത് ഗ്രാമത്തിൽ ഇപ്പോൾ ഇറങ്ങിയ കുറുക്കനെ തനിക്ക് പിടികൂടി തരണമെന്നായിരുന്നു യുവാവിൻ്റെ ആഗ്രഹമെന്ന് കേട്ട ഗ്രാമമുഖ്യന് ചില സംശയങ്ങൾ തോന്നി. ഉടൻ തന്നെ അദ്ദേഹം യുവാവിനോടായി ചോദിച്ചു, നീ കോഴിക്കൃഷിയൊന്നും ഈ ഗ്രാമത്തിൽ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് 500 ചെമ്പ് പണം നൽകി കുറുക്കനെ പിടികൂടാൻ ഇറങ്ങിത്തിരിച്ചത്? ഗ്രാമമുഖ്യന്റെ ചോദ്യം കേട്ട യുവാവ് ആദ്യമൊന്ന് പരിങ്ങി. പിന്നീട് പതിയെ ശബ്ദം താഴ്ത്തി ഗ്രാമമുഖ്യൻ കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, ഞാൻ കോഴിക്കർഷകനൊന്നുമല്ല, അതുപോലെ കോഴിക്കർഷകരെ രക്ഷിക്കാനുമല്ല ഇത് ചെയ്യുന്നത്. യുവാവ് ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഗ്രാമമുഖ്യന് അതിശയമായി. അദ്ദേഹം ആകാംക്ഷയോടെ യുവാവിനോട് ചോദിച്ചു, പിന്നെ കുറുക്കനെ കൊണ്ട് നിനക്കെന്ത് ഉപയോഗം? അതിനു മറുപടി പറയുവാൻ ഗ്രാമമുഖ്യന്റെ അരികിലേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് രഹസ്യ സ്വഭാവത്തിൽ സോമു പറഞ്ഞു, ഈ കുറുക്കൻ എനിക്ക് ഒരു സാധാരണ കുറുക്കനല്ല. 1000 കോഴികളുടെ ഇറച്ചി തിന്ന കുറുക്കൻ്റെ ഇറച്ചിയുടെ രുചി എത്രയേറെ രുചിയുള്ളതായിരിക്കും. അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് താൻ 500 ചെമ്പ് പണം ഉണ്ടാക്കി കുറുക്കനെ പിടികൂടാൻ പുറപ്പെട്ടതെന്ന് സോമു കാരണം വെളിപ്പെടുത്തിയപ്പോൾ ഗ്രാമമുഖ്യന്റെ വായിലും വെള്ളമൂറി. അയാൾ യുവാവ് പിന്നീട് പറഞ്ഞ കാര്യങ്ങളിലൊന്നും താല്പര്യപ്പെടാതെ
യുവാവ് ആദ്യം പറഞ്ഞ 1000 കോഴികളുടെ ഇറച്ചി തിന്ന കുറുക്കന്റെ ഇറച്ചിയുടെ രുചിയെപ്പറ്റി ചിന്തിച്ചു കൂട്ടി. ഒടുവിൽ സോമു നീട്ടിയ ചെമ്പ് പണം നിരസിച്ചുകൊണ്ട് ഗ്രാമമുഖ്യൻ സോമുവിനോടായി പറഞ്ഞു, ഗ്രാമത്തിലെ കോഴി കർഷകർക്ക് വേണ്ടി കുറുക്കനെ പിടികൂടിയാൽ അവർ എനിക്ക് പൊൻപണം തീർച്ചയായും തരും. അപ്പോഴാണ് നിന്റെ ചെമ്പ് പണം. ഇതും പറഞ്ഞ് യുവാവിനെ ഗ്രാമമുഖ്യൻ ഇറക്കിവിട്ടു. സോമുവാകട്ടെ വലിയ ദുഃഖം അഭിനയിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. എന്നാൽ സോമു കരുതിയതുപോലെ തീറ്റക്കൊതിയന്മാരായ ഗ്രാമമുഖ്യനും മല്ലന്മാരും കുറുക്കനെ പിടികൂടി കുറുക്കന്റെ ഇറച്ചി കഴിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ കോഴി കർഷകർക്ക് വേണ്ടിയാണ് തങ്ങളിത് ചെയ്തതെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്നും ഒരു 100 പൊൻപണമെങ്കിലും തട്ടുവാൻ ഗ്രാമമുഖ്യൻ തീരുമാനിച്ചു. എന്നാൽ ഗ്രാമമുഖ്യന്റെ കുബുദ്ധി നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്ന സോമു നേരെ പോയത് കൃഷിക്കാരുടെ അടുത്തേക്കാണ്. അവരോട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ തൻ്റെ കയ്യിൽ ഒരു ഉപായമുണ്ടെന്നും ഉടൻ തന്നെ തനിക്ക് പരിചയമുള്ള അടുത്ത ഗ്രാമത്തിലെ കുറുക്കനെ വേട്ടയാടുന്ന വേട്ടക്കാരെ എത്തിക്കാമെന്നും അതിന് പ്രതിഫലം ഒന്നും തന്നെ വേണമെന്നില്ലെന്നും അതിനാൽ മറ്റാർക്കും ഇനി കുറുക്കനെ പിടികൂടാൻ പണം നൽകേണ്ടതില്ലെന്നും സോമു ഗ്രാമീണരോടായി അറിയിച്ചു. യുവാവിൻ്റെ വാക്കുകൾ ആ പാവപ്പെട്ട കൃഷിക്കാരെ ആഹ്ലാദഭരിതരാക്കി. അവർ ആനന്ദ നൃത്തം ചെയ്യുന്ന സമയത്ത് അതാ വരുന്നു ഗ്രാമമുഖ്യനും സംഘവും. അവർക്ക് കൃഷിക്കാരുടെ സന്തോഷത്തിൻ്റെ കാരണം മനസ്സിലായില്ല. അവർ എല്ലാവരോടുമായി അതേപ്പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് കൃഷിക്കാർ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വന്ന യുവാവ് കുറുക്കനെ പിടികൂടാൻ വേട്ടക്കാരനെ എത്തിക്കാമെന്ന് ഉറപ്പു നൽകിയ വിവരം ഗ്രാമമുഖ്യനെ അറിയിക്കുന്നത്. കൃഷിക്കാരിൽ നിന്നും യുവാവ് തന്നെ കാണാനെത്തിയ അതേ യുവാവാണെന്നും അയാളാണ് വേട്ടക്കാരനെ എത്തിക്കാൻ പോകുന്നതെന്നും മനസ്സിലാക്കിയ ഗ്രാമമുഖ്യനും മല്ലന്മാരും കുറച്ചു നേരം കൂടിയാലോചിച്ചു. ഇനി ഏതായാലും കൃഷിക്കാരിൽ നിന്നും പിരിവ് നടത്തുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇനി ആലോചിച്ച് നിൽക്കാനും സമയമില്ല. യുവാവ് വേട്ടക്കാരനുമായി എത്തുന്നതിന് മുൻപ് ഇറങ്ങി തിരിച്ചാലേ കുറുക്കനെ പിടികൂടാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മുഖ്യനും മല്ലന്മാരും ഒട്ടും സമയം പാഴാക്കാതെ തങ്ങളുടെ ഒരു തീരുമാനം പോലെ ഗ്രാമമുഖ്യൻ കൃഷിക്കാരോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് വന്നിരിക്കുന്നത്. കഴിവതും ഇന്ന് തന്നെ തങ്ങൾ കുറുക്കനെ പിടികൂടുമെന്ന് കൃഷിക്കാർക്ക് വാക്ക് നൽകി. മാത്രമല്ല ഗ്രാമീണർ നോക്കി നിൽക്കെ 4 ദിക്കിലേക്കും മല്ലന്മാരെ പിടികൂടാനായി ഗ്രാമമുഖ്യൻ പറഞ്ഞയക്കുകയും ചെയ്തു. ആ സമയം ഗ്രാമമുഖ്യന്റെ തലയിൽ 1000 കോഴികളെ അകത്താക്കിയ കുറുക്കന്റെ മാംസത്തിന്റെ രുചിയെക്കുറിച്ചായിരുന്നു ചിന്ത. ഈ സമയം മുഖ്യന്റെയും മല്ലന്മാരുടെയും പെട്ടെന്നുള്ള ചെയ്തികൾ കൃഷിക്കാരെ അത്ഭുതപ്പെടുത്തി. അപ്പോഴാണ് സോമു അവരോടായി കാര്യങ്ങൾ വിശദമാക്കിയത്. അതായത് ഈ ഗ്രാമത്തിലെ പ്രശ്നം മനസ്സിലാക്കിയ ശേഷം മനസ്സിൽ ഒരു ഉപായം വന്നതും അങ്ങനെ തീറ്റക്കൊതിയന്മാരായ ഗ്രാമമുഖ്യനെയും മല്ലന്മാരെയും പോയി കണ്ടതും ചെമ്പു നാണയം വാഗ്ദാനം ചെയ്തതും പിന്നീട് ഉപായപ്രകാരം 1000 കോഴികളെ തിന്ന കുറുക്കന്റെ രുചി അതിവിശിഷ്ടമാണെന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കിയതുമെല്ലാം ഗ്രാമീണരോടായി സോമു വിശദീകരിച്ചു. സത്യത്തിൽ അടുത്ത ഗ്രാമത്തിൽ കുറുക്കനെ പിടികൂടുന്ന വേട്ടക്കാരെയൊന്നും തനിക്കറിയില്ലെന്നും ഗ്രാമമുഖ്യൻ തൻ്റെ ഉപായപ്രകാരം ഗ്രാമീണരുടെ അടുത്തേക്ക് വരുമ്പോൾ ഗ്രാമീണർ തന്നെ വിശ്വസിച്ച് അടുത്ത ഗ്രാമത്തിൽ വേട്ടക്കാരുണ്ടെന്നും അവർ വരുമെന്നും പറഞ്ഞാൽ മാത്രമേ ഗ്രാമമുഖ്യനും സംഘവും തൻ്റെ സൂത്രത്തിൽപ്പെട്ട് ഒരു തരത്തിലും പണപ്പിരിവ് നടത്തി ഗ്രാമീണരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ കുറുക്കനെ പിടികൂടാൻ ശ്രമിക്കുകയുള്ളൂ. ഇതായിരുന്നു യുവാവിൻ്റെ ഉപായം. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ഗ്രാമീണർ സോമുവിൻ്റെ ബുദ്ധിയിൽ മല്ലന്മാർ കുറുക്കനെ വളഞ്ഞിട്ട് പിടികൂടി ഒരു കമ്പിൽ ചേർത്ത് വരിഞ്ഞു കെട്ടി തോളിൽ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് തങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുകയും അതിന് ബുദ്ധിപരമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്ത യുവാവായ സോമുവിനെ ആഹ്ലാദത്തോടെ അവർ എടുത്തുപൊക്കി അഭിനന്ദിച്ചു.